ഹലോ ഫ്രണ്ട്സ്, അലീനയുടെ മനുവിൻ്റെയും നാളത്തെ പ്രൊമോ വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെല്ലെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനെ വിളിച്ച് വരുത്തിയേക്കാണ് നമ്മുടെ ബാലചന്ദ്രൻ. എടോ ഗോവർദ്ധന, അത്യാവശ്യം വിളിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ നിരപരാധിയാണോ എന്നുള്ളത്. എന്താ വാലിയോട്ടാണ് പറഞ്ഞത്? അതോടോ ശരണ്യ അലീനയോട് പറഞ്ഞു. അവളിങ്ങനെ പറഞ്ഞു, എൻ്റെ മോൻ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല, എല്ലാ രീതിയിലും അവൻ നിരപരാധിയാണോ. ബാക്കി 3 പേരാണ് അവളെ ഉപദ്രവിച്ചത്. മാത്രം അതിൻ്റെ വീഡിയോ ഉണ്ട്, പിന്നെ DNA ടെസ്റ്റിലെല്ലാം അങ്ങനെ തെളിഞ്ഞ് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവൻ ഇറക്കിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതല്ല, ഇത് മൊഴിമാറ്റി പറയിപ്പിക്കണം അവളെ കൊണ്ട്. അതായത് ശരണ്യ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക്, ഇപ്പം അലീനയോട് പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ കോടതി പറഞ്ഞാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. എൻ്റെ മോൻ എവിടെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവൻ ഇറക്കിക്കൊണ്ടുവന്നില്ല. ഇത് ഉന്നത രീതിയിൽ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആയിട്ടുള്ള ആൾക്കാരും പോലീസുകാരും വക്കീലന്മാരെല്ലാം ചേർന്ന് കളിച്ച് എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിച്ചായിട്ടുള്ള ദേഷ്യവും വൈരാഗ്യം തീർത്തതാണ് ഇത് ഈ സംഭവം. അതുകൊണ്ട് എങ്ങനെയും എൻ്റെ മോനെ ഇറക്കിക്കൊണ്ട് വന്നേ പറ്റൂടോ പറഞ്ഞാൽ എൻ്റെ മോൻ നിരപരാധിയാണ്. അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടാ നമുക്കിപ്പം വക്കീലിനെ കാണാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് വക്കീൽ ഇപ്പം കാണണ്ട, വക്കീലിനെ കാണുന്ന മുമ്പ് കാര്യങ്ങൾ കുറച്ച് ഒന്ന് പഠിക്കണം. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണം. അതായത് അലീന അവിടെ പോയി കാര്യങ്ങളെല്ലാം അതായത് അലീനയുടെ ആങ്ങളെ തന്നെയാണല്ലോ എൻ്റെ മോൻ. അപ്പം അവൻ പോയി സംസാരിക്കുമ്പോഴത്തേക്ക് അവൾ പോയി സംസാരിക്കുമ്പോഴത്തേക്ക് അതായത് പെട്ടെന്നൊരു രീതിയിൽ നിങ്ങളിപ്പോൾ തന്നെ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചിലപ്പം സമ്മതിച്ച് വരത്തില്ല. അതുകൊണ്ട് പതുക്കെ പോയി അവൾ സംസാരിച്ചത് മയപ്പെടുത്തി എടുത്തുകൊണ്ട് വരും. അതുവരെ സാവധാനത്തിരിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഐഡിയയിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുള്ള സീനാണ് നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും തമ്മിലും നടക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ മനുവിൻ്റെ വീടാണ്. മനുവിൻ്റെ വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് ശിവശങ്കറിനോട് പറയാണ്, കമല പറയാണ്, ശിവേട്ട ചേട്ടൻ്റെ അനിയനോ വേറെ ആരോ നിങ്ങളുടെ പെങ്ങളുടെ കുടുംബം ഒന്നും ഇവിടെ ബാലചന്ദ്രൻ ഒന്നും നമ്മളെ സഹായിക്കാനില്ല. ഹരീനെ ഇറക്കിയേ പറ്റൂ. കാരണം രോഹിത് നിരപരാധിയാന്ന് പറഞ്ഞാൽ അവളെ സാമർഥ്യം കൊണ്ട്, അലീനയുടെ സാമർഥ്യം കൊണ്ട്, കാരണം അത് അവളുടെ ആങ്ങളെയാണല്ലോ, അവളുടെ സാമർഥ്യം കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇനിയിപ്പം നമ്മുടെ മോൻ്റെ കാര്യത്തിലാണ് എന്തെങ്കിലും തീരുമാനം എത്തിക്കണം. കാരണം ഇതിപ്പം എന്തെങ്കിലും തീരുമാനം എത്തിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, അവിടെ ബാലചന്ദ്രനെ വിളിച്ച് കാര്യം സംസാരിക്കുക, എങ്ങനെയും ഇവനെയും കൂടെ ഇറക്കുക, അവനെ ഇറക്കുന്ന രീതിയിൽ നിന്ന് ഇറക്കുക, അവന് പൈസ കൊടുത്തോ എന്തോ വല്ലതും കാണിക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, നിങ്ങൾ പോലീസിന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ വക്കീലിന് പൈസ കൊടുക്കുന്ന പറയുമ്പോഴത്തേക്ക് എടി നീ എന്ത് പറയുന്നേ, പോലീസിനൊക്കെ കാശ് കൊടുക്കണം. പോലീസ് ഇപ്പം കാശ് കൊടുക്കുന്ന കാര്യമില്ല, വക്കീലിന് കാശ് കൊടുക്കണം. പക്ഷേ വക്കീൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് വക്കീല. ആ വക്കീലിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച്, അതായത് ഇപ്പം നിൻ്റെ മോൻ മാത്രം അകത്ത് കിടക്കുന്നുള്ളൂ, ബാക്കി കൂടെ എല്ലാവരും കൊടുത്ത് നമ്മളെല്ലാവരും കുറിച്ച് അകത്ത് കിടക്കാൻ വഴിയാണ് നീ പറഞ്ഞത്. അതായത് ആ കൊച്ചിനെ സ്വാധീനിച്ച് ആ കൊച്ചിന് വേണ്ടി ആ വക്കീലിനെ കണ്ടു എന്നുള്ള രീതിയിലൊക്കെ വരത്തില്ല. നിനക്ക് പൊട്ടത്തരം മാത്രമേ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അല്ല പിന്നെ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല, എൻ്റെ മോൻ നിരപരാധിയാണ്. കാരണം എൻ്റെ മോനെയും കൂടെ ചേർത്ത് അമ്മമാരെല്ലാം കൂടെ കടന്ന് കളിച്ചതാണ്, അല്ലാതെ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെയാലും ചേട്ടൻ പറഞ്ഞ് അവനെ ഇറക്കിയേ പറ്റൂ എന്ന് പറയണം എന്ന് പറയാം. പക്ഷേ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ പെട്ടെന്ന് ബാലേന്ദ്രനെ ഫോൺ വിളിക്കുക. എടോ ബാലേന്ദ്രോ, എങ്ങനെയും കാരണം തൻ്റെ കാര്യം അറിഞ്ഞു, അവിടുത്തെ കാര്യം അറിഞ്ഞ് രോഹിത് നിരപരാധിയാണെന്ന് അറിഞ്ഞതുപോലെ എങ്ങനെയൊരു ഒരു കാര്യം ചെയ്യട്ടെ, അലീനെ കൊണ്ട് ഹരിയുടെ കാര്യങ്ങളും നോക്കാം. ശിവേട്ട എന്താ സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ്, അല്ല ബുദ്ധിപരമായിട്ടാണ് സംസാരിക്കുന്നത്, അത് എന്നോടാണ് പറയുന്നതെന്ന് ഒരു ബോധം നിങ്ങൾക്കുണ്ടോ? കാരണം ഞാൻ എന്നെ സ്വാധീനിച്ചെന്നോ, അത് ഞാൻ സ്വാധീനിച്ചിട്ടാണ് അല്ല അലീന അതായത് രോഹിത്തിൻ്റെ നിരപരാധി എന്ന് പറയിപ്പിച്ചെന്നാണ് നിങ്ങൾ തോന്നുന്നത്? ഞാനൊന്നും പറഞ്ഞു എൻ്റെ മകൻ തെറ്റുകാരനെന്ന് ആദ്യം തൊട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കോടതി പറഞ്ഞപ്പോൾ ആ സമയം മുതൽ ഞാൻ അവനെ വെറുത്ത് പുറങ്ങിയതാണ്. കാരണം അവനെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ ഇപ്പം എങ്ങനെയും ഒന്ന് ഇറക്കണം എന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അലീന പോയി സംസാരിക്കുമ്പോൾ ആ കൊച്ചു കാര്യം സംസാരിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ മാന്യത, കാരണം എൻ്റെ മാന്യത അലീനയുടെ മുമ്പേ പണയം വെച്ചിട്ട് നീ പോയി ചോദിക്കാവോ, നീ അപേക്ഷിക്കാവോ എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് മര്യാദയ്ക്ക് തോന്നണം. കാരണം നിങ്ങളുടെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കും. എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കും. എൻ്റെ മോൻ ഇപ്പോൾ നിരപരാധിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള നടപടിക്കനുസരിച്ച് ഞാൻ നീങ്ങത്തുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളുടെ മോൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകന് വേണ്ടി ഒരാളുടെ കാലിൽ പോയി വീഴാൻ എന്നെ കിട്ടത്തില്ല. കാരണം അവൻ നിങ്ങളുടെ മോൻ്റെ കൂടെ കൂട്ടുകൂടിയതും ഗൂഢാലോചന നടത്തിയത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം മാത്രമല്ല ഒരു അപ്പൻ എന്നുള്ള രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഇപ്പം അവൻ കാണിച്ച തോന്നിയാസം കൊണ്ട്, അത് കൂട്ടുനിന്നവൻ്റെ തോന്നിയാസം കൊണ്ട് ഞാനിപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പോകാൻ പറ്റത്തില്ല, എൻ്റെ മക്കൾക്കോ എനിക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതുകൂടാതെ കട തുറക്കാൻ പറ്റത്തില്ല. എന്നെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട് കുറേ
തൊഴിലാളികളുണ്ട്, അവരുടെ കുടുംബജീവിതം വരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് ഒരാളെ കീഴെ പോയി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ഈ മേലെ വർത്താനം പറഞ്ഞ് എൻ്റെ ഫോണിൽ വിളിച്ചേക്കരുതെന്ന് പറയുമോ. ഉടനെ അടികൊണ്ട് നിന്ന പോലെയാണ് നമ്മുടെ ഭാരതൻ നമ്മുടെ ശിവശങ്കരൻ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മനു വരുമ്പോഴത്തേക്ക്, മനു നീ എങ്കിലും ഒന്ന് സംസാരിക്കത്തില്ലേ, കാരണം നിനക്കൊന്ന് സംസാരിച്ച് അരിഞ്ഞോളോ, ബാലചന്ദ്രനോട് സംസാരിച്ച് നോക്കി ആക്കത്തില്ലെന്ന് ശിവൻ ചോദിക്കുമ്പോഴത്തേക്ക്, അച്ഛൻ എന്തായി പറയുന്നത്, നിങ്ങളുടെ മകൻ നല്ലവനാണെന്ന് തോന്നുന്നത്. ഉടനെ കമല പറയാം, എൻ്റെ മോൻ നല്ലവൻ തന്നെ, അവൻ്റെ കൂട്ടുകെട്ട് അവൻ്റെ കൂടെയുള്ളവരൊക്കെ തന്നെ ഈ രോഹിത്ത് വരെ ചേർന്നാണ് എൻ്റെ മോനെ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ആവശ്യമില്ലാതെ പറയരുത്. കാരണം ഈ ഒരു കാര്യം പറയട്ടെ, ആ വീട്ടിൽ, അതായത് ബാലചന്ദ്രൻ്റെ വീട്ടിൽ കയറി ബാലചന്ദ്രൻ്റെ മക്കളെ വരെ ഉപദ്രവിച്ചൊരു നാറിയാണ് നിങ്ങളുടെ മകൻ. അവനെ ഞാൻ അതിൻ്റെ പേരിൽ എത്ര അവനെ അടിച്ചിട്ടുണ്ടെന്ന് അറിയാം, അവൻ എത്ര ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യുന്നു, എന്നിട്ട് അവൻ നന്നായോ. ഇനിയിപ്പം കോടതിയിൽ, അഥവാ കോടതിയിൽ നിന്ന് അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ അവൻ വെറുതെ ഇരിക്കുമോ. അവന് പെണ്ണിനോടും ആ പെൺവർഗത്തോടും എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആക്രാന്തം നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ 2 വർഷം സ്നേഹിച്ച ഒരു പെണ്ണിനെ അവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അവൻ മാത്രമല്ല, അവന് കൂട്ടും പിടിച്ച് കുറേ ആൾക്കാരെ കൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ. എന്നിട്ട് അവനാണ് അമ്മ സപ്പോർട്ട് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് വെക്കണം. കാരണം അമ്മയ്ക്ക് ഒരു മകനല്ലല്ലോ ഉള്ളത്, ഇവിടെ പെൺമക്കളുണ്ടല്ലോ. കാരണം ഇവിടെ 2 പെണ്ണുങ്ങളുണ്ടല്ലോ. ഈ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന ചെയ്ത് നാളെ ഈ കുടുംബത്തിനോട് ചെയ്യത്തില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് ഉറപ്പെന്ന് ചോദിച്ചു. ഉടനെ അതൊന്നും എനിക്കറിയത്തില്ല മോനെന്ന് പറയുമ്പോഴത്തേക്ക്, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എൻ്റെ മോനെ കിട്ടിയ പറ്റത്തുള്ളൂ. ഞാൻ സംസാരിക്കത്തില്ല, കോടതി വക്കീൽ ഇതിനനുസരിച്ച് ഡയറക്റ്റ് പോവുക, കേസിൻ്റെ കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊരു രീതിയിലും പോംവഴിയില്ല, ഒന്നുമില്ല. നിങ്ങളുടേതായിട്ട് രീതിയിൽ ജീവിച്ചോ, എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മനുവും കൈവഴിയാണ്. പിന്നെ അടുത്ത് കാണുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരണയുടെ വീട്ടിൽ, അപ്പം അത് അടുത്ത കോടതി അവധിക്ക് വിളിക്കുകയാണ്. ഇതിലേക്ക് ഡേറ്റ് അടുക്കുന്നവരും പറഞ്ഞ് ഇവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വക്കീൽ വന്നിട്ട് പറയണ, എന്നോട് വിശേഷം നല്ലതായിട്ട് പോകുന്നു, കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, മോളെ എന്തായി കാര്യങ്ങൾ വക്കീൽ ഇന്ന പോലെ ആ 3 പേര് മാത്രമേ തെറ്റ് ചെയ്തിട്ടുള്ളൂ, ആ വക്കീൽ ആൾ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കും, മോളെ നീ അന്നേ ഇത് പറഞ്ഞതാ, അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കേൾക്കണം, നീ ഇതിൻ്റെ അകത്ത് ആദ്യം കൊടുത്ത മൊഴി എന്ന് പറയുമ്പോഴത്തേക്ക് 4 പേർക്കെതിരെ കൊടുത്തേക്കുന്നത്. നീ ഇനി മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഉപദ്രവിച്ചില്ല എന്നുള്ള രീതിയിൽ എതിർഭാഗം വക്കീൽ പറയും. കാരണം നീ ആദ്യം പറഞ്ഞത് 4 പേര് വാദിച്ചെന്ന്, ഇതിപ്പിന് മൂന്നാമത് ഇനി പറയും 3 പേര് വാദിച്ചിട്ടുണ്ട്. അപ്പം നിൻ്റെ വാക്ക് ആരാ വിശ്വസിക്കുന്നത്? അപ്പം നീ കള്ളത്തരം കാണിക്കുന്ന ഒരു പെണ്ണായി മാറത്തില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്, സാർ അന്നേ ഞാൻ പറഞ്ഞല്ല സാറേ ഇതിൻ്റെ അകത്ത് ആളില്ല എന്ന് പറഞ്ഞല്ല. അതെ ശരിയാ, കേസ് ശക്തമാകാൻ വേണ്ടി തന്നെയാണ് അവനെ നമ്മൾ ഉൾപ്പെടുത്തിയത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് കേസ് ശക്തമായാലും നിന്നെ ഉപദ്രവിച്ചു തരിക, നിന്നെ ഇല്ലാതാക്കിയത് നമ്മൾ എങ്ങനെ പിടിപ്പിക്കും, എങ്ങനെ അവർ നമ്മളെ അകത്താക്കും? കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതമില്ല, നിന്റെ ശരീരത്തിൻ്റെ നിനക്കുണ്ട അപമാനവും കാര്യങ്ങളൊക്കെ ആര് മുഖേന, ഇവന്മാർ മുഖേനല്ല, അവനും അതിൻ്റെ അകത്ത് കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഒരു കാര്യത്തിലും പേടിക്കണ്ട. നീ മൊഴിമാറ്റി പറയുമ്പോൾ മൊഴിമാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ചേംബറിൽ കയറി മൊഴിമാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കേസ് ഇല്ലാതാകും. പിന്നെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ സമൂഹം ഇല്ലാതാക്കും. അതുപോലെ നിനക്കെതിരെ കേസെടുത്ത് നിന്നെ അകത്താക്കും എന്നുള്ള രീതിയിൽ വക്കീൽ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീനാണ് നമ്മൾ നാളത്തെ പ്രൊമോ വീഡിയോയിൽ അവസാനമായിട്ട് കാണുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ രാവിലെ നമ്മൾ മടുതരം മുംബൈയിലെ ഫുൾ വീഡിയോ ഇടുന്നുണ്ട്, അതും ചാനൽ വിസിറ്റ് ചെയ്ത് കാണാമെന്നാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.